ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. ഭൂമികാരകനും സഹോദരകാരകനും കലഹകാരകനുമായ ചൊവ്വ 2024 ഓഗസ്റ്റ് 26 ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. സാധാരണമായി ചൊവ്വ ഒരു രാശിയിൽ 45 ദിവസത്തിൽ കൂടുതൽ നിൽക്കാറില്ല. പക്ഷേ മിഥുനത്തിൽ ചൊവ്വ ഒക്ടോബർ 20 വരെ സ്ഥിതി ചെയ്യും. ചൊവ്വ നമുക്ക് ആത്മധൈര്യവും ശക്തിയും ഉത്സാഹവും തരുന്ന ഗ്രഹമാണ്. ചൊവ്വ ജാതകത്തിൽ ബലവാനായി 10ാം ഭാവവുമായി ബന്ധപ്പെട്ടിരുന്നാൽ മിലിട്ടറി മുതലായ വകുപ്പുകളിൽ ജാതകൻ വലിയ ഉദ്യോഗ പദവികൾ അലങ്കരിക്കും. പല രാഷ്ട്രീയക്കാരുടെയും ജാതകത്തിൽ ചൊവ്വ ബലവാനായിരിക്കും. ഗോചരവശാൽ ചൊവ്വ 3, 6, 11 എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ അനുകൂലമായ ഫലങ്ങളാണ് തരുന്നത്. ചൊവ്വയുടെ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കുള്ള രാശിമാറ്റത്തിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറിനെ പറ്റി സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂറ്. മേടക്കൂറിൻ്റെ 3ാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ലഗ്നക്കൂറിൻ്റെയും അഷ്ടമഭാവത്തിൻ്റെയും അധിപതിയാണ് ചൊവ്വ. 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ മേടക്കൂറുകാർക്ക് നല്ല തൻ്റെയിടവും ആത്മവിശ്വാസവും കൊടുക്കുന്നു. എല്ലാ തരത്തിലുമുള്ള വരുമാനം വർദ്ധിക്കുന്നു. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ന്യായമായ വിലയ്ക്ക് അത് വാങ്ങാൻ കഴിയും. തൊഴിൽ മേഖലയിൽ വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. പോലീസ്, പട്ടാളം എന്നീ സൈനിക തലത്തിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് പുരസ്കാരങ്ങളും പ്രശംസയും ലഭിക്കും. ടെക്നിക്കൽ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. റിയൽ എസ്റ്റേറ്റുകാർക്കും ഷെയർ ബിസിനസ്സുകാർക്കും നല്ല സമയം തന്നെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകും. സഹോദര സ്നേഹം ദൃഢമാകും. കോടതി വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരുമായി സന്തോഷം പങ്കിടാൻ കഴിയും. രോഗശമനമുണ്ടാകും. യശസ്സും ഉന്നതിയും ലഭിക്കാനുള്ള സമയമാണ്. പൊതുവെ ധനലാഭവും പ്രശസ്തിയും ഉന്നതിയും സന്തോഷവുമാണ് ഫലം. ഇനി അടുത്തതായി ചിങ്ങക്കൂറിനെ പറ്റി സംസാരിക്കാം. മകം, പൂരം, ഉത്തരങ്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങത്തിൻ്റെ 11ാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ചിങ്ങത്തിൻ്റെ 4, 9 ഭാവാധിപനാണ്. എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കും. കണ്ടകശനിയുടെ പ്രഭാവത്തിൽ നിൽക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഇത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. വീട്, ഭൂമി എന്നിവ വില കുറച്ച് കിട്ടാനുള്ള സമയമാണ്. ബിസിനസ്സുകാർക്ക് വൻ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. റിയൽ എസ്റ്റേറ്റുകാർക്കും അങ്ങനെ തന്നെ. ക്രയവിക്രയത്തിൽ വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജവാന്മാരും തൊഴിലാളികൾക്കും ഉദ്യോഗ കയറ്റമുണ്ടാകും. ജവാന്മാരുൾപ്പെടെയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പ്രശംസയും പാരിതോഷികങ്ങളും ലഭിക്കും. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ധനവും പ്രതാപവും ഐശ്വര്യവും പുത്രസുഖവും നൽകും. പല ഭൃത്യന്മാരെ വെച്ച് ജീവിക്കാനുള്ള അവസരമാണിപ്പോൾ. സിനിമാ മേഖലയിലുള്ളവർക്ക് വൻപിച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മൂത്ത സഹോദരനെ കൊണ്ട് ഗുണമുണ്ടാകുന്ന സമയമാണ്. ഇഷ്ടപ്പെട്ട വസ്തുവും വീടും വാങ്ങാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് വൻ വിജയം പ്രതീക്ഷിക്കാം. വിദേശ പഠനത്തിനുള്ള അവസരമാണിപ്പോൾ. നാനാതരത്തിലുള്ള വരുമാനം കയ്യിൽ വരുന്ന സമയമാണ്. പൊതുവെ ആരോഗ്യം, ധനകാര്യ, വസ്ത്രാദി ലാഭം, ഭൂമി ലാഭം, കാര്യവിജയം, സന്തോഷം എന്നിവയാണ് ഫലം. അടുത്തതായി മകരക്കൂറാണ്. ഉത്തിരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, മര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരത്തിൻ്റെ 6ാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. മകരത്തിൻ്റെ 4, 11 ഭാവാധിപനാണ് ചൊവ്വ. 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകും. നാളുകളായി ഉണ്ടായിരുന്ന കടം വീട്ടാൻ കഴിയും. തൊഴിലിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. വിദേശത്തുള്ളവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് മാറിക്കിട്ടും. ഒന്നിലധികം ഭൂമി വാങ്ങാൻ കഴിയും. എല്ലാ കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും മാറും. മനോധൈര്യമുണ്ടാകും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയമാണ്. ഓപ്പറേഷനുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ നടത്തിയാൽ വിജയകരമായിരിക്കും ഫലം. ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് മെച്ചമായ സമയമാണ്. കോടതി വഴക്കുകളിൽ വിജയം ലഭിക്കും. ഈ സമയത്ത് ആരെയും കൂസാത്ത ഒരു സ്വഭാവമായിരിക്കും നിങ്ങൾക്ക്. കീർത്തിയും പ്രഭുത്വവും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് ഉദ്യോഗം ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവികൾ കിട്ടും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയിൽ വൻ വിജയം ലഭിക്കും. പൊതുവെ സന്തോഷവും സമാധാനവുമായിരിക്കും ഫലം. മേൽപ്പറഞ്ഞ 3 രാശിക്കാർക്കാണ് ചൊവ്വയുടെ മിഥുനത്തിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഫലമായി വലിയ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത്. മറ്റുള്ള രാശിക്കാർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല.
ഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതനുസരിച്ച് നിങ്ങൾക്ക് ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ദോഷപരിഹാരങ്ങൾക്കായി എല്ലാവരും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവീ കീർത്തനങ്ങൾ ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും മാറും. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.